ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദോശയുടെ മാവും അപ്പത്തിൻ്റെ മാവും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് വറുക്കാത്ത റവ ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1/2 കപ്പ് അവില് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റവ പാലും വെള്ളവും ഒക്കെ അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിൽ ചെറുതായി ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും ഞാനൊരല്പം നെയ്യ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും റെഡിയായി കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളവയും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പം ചുട്ടെടുക്കുന്നത് പോലെയും ഇത് ചെയ്തെടുക്കാം. മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും. ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പം എന്നോ ദോശയെന്നോ വിളിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ വെളുത്തുള്ളി തൊക്കിനോടൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.